അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ടേപ്പ് വെച്ച് മൂക്കിൻ്റെ മുകളിൽ ഒട്ടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബലൂൺ വെച്ച് മൂക്കിൻ്റെ അകത്ത് വെച്ച് പൊട്ടിച്ചതുകൊണ്ടൊന്നും നമ്മുടെ മൂക്കടപ്പ് മാറാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് മൂക്കിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള മൂക്കിൻ്റെ ഭാഗങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പുറമേ കാണുന്ന ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് സംഭവം മാത്രമല്ല മൂക്കുള്ളത്. നമ്മുടെ തലയുടെ അകത്ത് തലച്ചോറിൻ്റെ താഴെയായിട്ട് അത്യാവശ്യം നല്ലൊരു ഏരിയ വരുന്നുണ്ട് ഈ മൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് മൂക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സെപ്റ്റം എന്ന് പറഞ്ഞിട്ട് മൂക്കിൻ്റെ പാലം എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രക്ചറുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കട്ടിയുള്ള കാർട്ടിലേജ് എന്ന് പറയുന്ന സാധനം, ബാക്ക് സൈഡിൽ അത്യാവശ്യം കട്ടിയിലുള്ള ബോണുമായിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വളവുകളൊക്കെ വരുമ്പോൾ ചിലർക്ക് മൂക്കടപ്പൊക്കെ വരാം. പിന്നെ നമുക്ക് വരുന്നത് ടെർബിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ദശകളാണ്. അത് നോർമലി എല്ലാവരുടെ മൂക്കിലും 2 സൈഡിലും 3 ദശകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുറമേ നിന്ന് കാണുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് തോന്നുമെങ്കിലും അത് ഉള്ളിൽ നല്ല കട്ടിയുള്ള ബോൺ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ടെർബിനേറ്റ്സിൻ്റെ അടിയിലേക്കാണ് നമ്മുടെ ഈ സൈനസിൻ്റെ അകത്തുനിന്ന് വരുന്ന ഓപ്പണിങ്ങുകൾ ഓപ്പൺ ആവുന്നത്. പിന്നെ നമുക്ക് മൂക്കിൻ്റെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ ഒക്കെ ബാക്കിൽ നേസോഫാരിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അതാണ് നമ്മുടെ മൂക്കും നമ്മുടെ തൊണ്ടയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു സ്പേസാണത്. അവിടെയാണ് ഈ പറഞ്ഞ അഡിനോയിഡ് എന്നൊക്കെ പറയുന്ന ഈ ദശയൊക്കെ വരുന്നത്. അപ്പോൾ അത്രയും കോംപ്ലക്സ് ആണ് നമ്മുടെ ഈ മൂക്കിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ടേപ്പ് വെച്ച് മൂക്കിൻ്റെ മുകളിൽ ഒട്ടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബലൂൺ വെച്ച് മൂക്കിൻ്റെ അകത്ത് വെച്ച് പൊട്ടിച്ചതുകൊണ്ടൊന്നും നമ്മുടെ മൂക്കടപ്പ് മാറാൻ പോകുന്നില്ല.